വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് വെറും കടലാസ കമ്പനിയെന്ന് പരിശോധിക്കണമെന്ന എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ആവശ്യം വിവാദങ്ങൾക്ക് പുതിയ തലം നൽകും. തങ്ങളുടെ ചോദ്യങ്ങൾക്ക് CMRL നൽകിയ മറുപടി അവ്യക്തമാണ്. വീണയുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. കരിമണൽ കമ്പനിയിൽ 13% ഓഹരിയുള്ള സർക്കാർ സ്ഥാപനമായ KSIDCയുടെ കണക്കുകൾ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പനി ഉടമയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണയ്ക്ക് മൗനമാണ് ഇപ്പോഴും. കൊച്ചിയിലെ ശശിധരൻ കർത്തയുടെ CMRL നിന്ന് വ്യക്തിപരമായി കൈപ്പറ്റിയ 55 ലക്ഷം രൂപയെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പോലും കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് വിശദീകരണം നൽകാതെ വീണ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതെല്ലാം ചർച്ചകളിലുണ്ട്. ഇതിനിടെയാണ് എക്സാലോജിക് കടലാസ് കമ്പനിയാണോ എന്ന ചർച്ചയും വരുന്നത്. കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും എക്സാലോജിക്കിന് പണം കിട്ടിയിട്ടുണ്ട്. ഈ അക്കൗണ്ട് വിവരങ്ങളടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. സേവനത്തിനാണോ ഇവരെല്ലാം പണം നൽകിയതെന്നും പരിശോധിക്കും. എക്സാലോജിക് CMRL വിവാദ ഇടപാടിൽ എറണാകുളം ROC റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ എല്ലാ അർത്ഥത്തിലും CPM പ്രതിരോധത്തിലാകും. എക്സാലോജിക് മുഖ്യമന്ത്രിയുടെ മകളുടെ ഷെൽ കമ്പനിയാണോ എന്ന ആരോപണം പല കേന്ദ്രങ്ങളും നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കണം. KSIDCയുടെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നും എറണാകുളം ROC റിപ്പോർട്ടിൽ പറയുന്നു. പ്രാഥമിക അന്വേഷണ വിവരങ്ങളും പുറത്തുവന്നു. ഇതെല്ലാം ചർച്ചകൾക്ക് പുതിയ തലം നൽകും. സംസ്ഥാന സർക്കാരിന്റെ കരുതലും സഹായവും വേണ്ട നിരവധി സ്ഥാപനങ്ങൾ വീണയുടെ കമ്പനി അക്കൗണ്ടിലേക്ക് പണം സ്ഥിരമായി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം സോഫ്റ്റ്വെയർ സേവനത്തിനെന്നാണ് വായ്പ. സ്കൂളുകളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറാണിത്. കമ്പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഈ ഇടപാടുകളെല്ലാം പരിശോധിക്കാൻ സാധ്യതയുണ്ട്. അക്കൗണ്ടിൽ ഇടപാട് നടത്തിയവരിൽ മലബാറിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും ഉണ്ടെന്നതാണ് വസ്തുത. CMRLുമായുള്ള കരാറിൽ എക്സാലോജിക് വാങ്ങിയ 1.72 കോടിക്ക് പുറമെ അതേ കമ്പനിക്ക് കൺസൾട്ടൻസി സർവീസ് നൽകി 55 ലക്ഷം രൂപ വീണ വ്യക്തിപരമായും കൈപ്പറ്റി. ഇതെന്തിന് കൈപ്പറ്റിയെന്നോ ഇതിന്റെ അടിസ്ഥാനമെന്തെന്നോ വീണ വെളിപ്പെടുത്തിയിട്ടില്ല. ഒഴിഞ്ഞുമാറൽ തന്ത്രം നടപ്പില്ല എന്നും പ്രതിരോധത്തിന് ആധാരമായ റിപ്പോർട്ട് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവാണെന്നും എക്സാലോജിക് മരവിപ്പിക്കാൻ തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയും രേഖകളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തെന്നും ROC റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വീണ യോഗ്യതയുള്ള സോഫ്റ്റ്വെയർ പ്രൊഫഷണലാണെന്നും അവർക്ക് സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനത്തിന് അർഹതയുണ്ടെന്നുമാണ് എക്സാലോജിക് ROCക്ക് കൊടുത്ത മറുപടി. എന്നാൽ വ്യക്തിപരമായ നിലയിൽ വീണ IT മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകാനുള്ള കരാറൊന്നും CMRലുമായില്ല. ലഭിച്ച എല്ലാ വരുമാന ആദായ നികുതി പരിധിയിലുള്ളതും വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് കമ്പനി വിശദീകരിക്കുന്നത്. ഇതെല്ലാം പരിശോധിച്ചാണ് നിർണായക തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുന്നത്.